ഹലോ കൂട്ടുകാരെ, ഷില്ലോങ്ങിലെ എയർബിഎൻബി ടൂറിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ കാണുന്ന നമ്മുടെ എയർബിഎൻബിയുടെ എൻട്രൻസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ്, 2 കിലോമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. കഷ്ടിച്ച് നിങ്ങൾ ഈ സെറ്റപ്പ് കണ്ട് ബേജാറാവേണ്ട, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നൈസായിട്ടുണ്ട്. അവിടെ മുകളിൽ കെയർ ടേക്കർ ഉണ്ട്. ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്തെവിടെയാണ്, ഇതെവിടെയെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു വീട്, കാരണം ജസ്റ്റ് ഒരു 1 hour 1 സ്റ്റുഡിയോ സെറ്റപ്പാണ് ഇത് വരുന്നത്. ടി വി ഉണ്ട്, ജിയോയുടെ ഇൻ്റർനെറ്റ് ഉണ്ടാവുമല്ലോ. സോ നമ്മുടെ ഇതിൻ്റെ ടേബിള്, 2 ചെയർ, വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് പറ്റും, പക്ഷേ 2 പേർക്ക് പറ്റില്ല. ഹാങ്കറുണ്ട്, തുണിയൊക്കെ തൂക്കിയിടാം. അലക്കിയിടുന്ന കാര്യം എങ്ങനെ എന്നിട്ട് എനിക്ക് തോന്നുന്നു അവിടെ എവിടെയെങ്കിലും അലക്കിയിടേണ്ടി വരും ഡ്രസ്സ്. പിന്നെ എന്താ പറയുക, ഒരു മിററുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണ മറ്റേ ഗുവാഹത്തിയിൽ താമസിച്ചിട്ട് അത്ര തന്നെ സ്പേഷ്യസ് ആണ്. അവിടെ വന്നിട്ട് ഒരു ബെഡ്റൂം, നല്ലൊരു ഹാള്. പക്ഷേ ഷില്ലോങ്ങിൽ ഈ കിട്ടിയ റേറ്റിൽ, ഞങ്ങൾ കിട്ടിയ റേറ്റ് ഞാൻ പറഞ്ഞു, റേറ്റ് പറയാമല്ലോ, ഒരു 3 പെർ ഡേ എനിക്ക് തോന്നുന്നു 1500 റേഞ്ചിൽ മറ്റൊന്ന് കൊടുക്കുക, 1500 റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിൽ ഇത് വർത്ത് തന്നെയാണ്. കാരണം ഷില്ലോങ്ങിലൂടെ പലയിടത്തും 4 ദിവസത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ, 4 ദിവസത്തേക്ക് നോക്കിയപ്പോൾ 9 10 ഒക്കെ പറയുന്നത്. ഇത് 1500 റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതേണ്ടേ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ വല്ല ലോഡറാണോ? അല്ല, ഫ്രിഡ്ജിലൊന്നും ലോഡഡല്ല. ഐസ് ക്യൂബ്സൊക്കെ വയ്ക്കാമല്ലോ. പക്ഷേ അത് വലിയ വൃത്തിയൊന്നും അങ്ങനല്ല, സാരമില്ല. ഇച്ചിരി ഹണി ഇരിപ്പുണ്ട് കേട്ടോ, നൈസാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം എനിക്ക് തോന്നുന്നു സ്പൈസസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ സ്പൈസസ് ഇരിപ്പുണ്ട്. ഒരു ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് അബ്സല്യൂട്ട്ലി ഉണ്ടാവണമല്ലോ. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഡൗട്ടാണ്. ഇതുണ്ട്, ചായയുള്ള സംഭവങ്ങളുണ്ട്, സിങ്കുണ്ട്, ഫൈൻ, കാസറോള് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ. തമാശ എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് ഇത് 2 ലോക്കൊക്കെ ഇട്ടാണ് ലോക്ക് ചെയ്ത് തന്നത്. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. ഇത് ബാത്റൂമാണ്. ബാത്റൂമും തീരെ മോശമല്ല ഗൈസ്. കാരണം ഒരു ലോഡഡാണ് പുള്ളി. ബെഡും നൈസാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് വിശന്നിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കിച്ചൺ അത്യാവശ്യം ലോഡാണ്. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പം ഫേസിൽ നിന്ന് എന്താ ഇഷ്യൂ വെച്ചാൽ ഈ വൈഫൈ നോക്കിയിട്ട് വൈഫൈ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. വൈഫൈയിൽ ഭയങ്കര സ്ലോയാണ്. ഡേറ്റയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു രൂപമൊന്നും അറിയില്ല. പുള്ളിയോട് ചോദിക്കേണ്ട അവസ്ഥ തന്നെയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അതുമാത്രമല്ല, ഇവിടെ വെള്ളം വേണ്ടേ, ഇതൊന്നും വരത്തില്ല. ഇപ്പോൾ 2 ദിവസം അയാൾക്കും എനിക്കും ഓഫീസുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുന്നത്? വൈഫൈ ഇല്ലാതെ ഒരു രൂപവുമില്ല. വലിയൊരു ട്രിക്കിയുള്ള സിറ്റുവേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഓവറോൾ റൂമും ബാക്കിയുള്ള സ്ഥലങ്ങളും ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്താ പറയുക രാമേ, അപ്പോൾ നമ്മുടെ എയർബിഎൻബി ടൂർ ഇവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ എന്തൊക്കെ കാത്തിരിക്കുന്നത്. ഷില്ലോങ്ങിൽ ഭയങ്കര സ്കാമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഇതിനേക്കാളും ഇത് ഹോട്ടലിൽ കൊടുത്താൽ മതി എന്നാണ് തോന്നുന്നത്. പണിയാണെങ്കിൽ നല്ല പണിയാണ്. ഓഫീസുണ്ട് 2 പേർക്ക്. അത് 2 ദിവസം, നാളെ മറ്റന്നാൾ. 1 രൂപയല്ല ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ബൈ. ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക.